ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ആൾ എന്നർത്ഥം വെച്ചത് തെറ്റാണ്. 2 നൂറ്റാണ്ടിലെ ആൾ എന്ന് അർത്ഥം വെച്ചതും തെറ്റാണ്. അലക്സാണ്ടർ എന്നർത്ഥം വെച്ചത് 100% തെറ്റാണ്. സൈറസ് എന്നർത്ഥം വെച്ചതും തെറ്റാണ്. കാരണം സൈറസ് അഗ്നി ആരാധകനാണ്, അലക്സാണ്ടർ ശംസിയുമാണ്. ശംസിയാണ് സൂര്യാരാധകൻ. അതാണ്. അപ്പൊ അലക്സാണ്ടർ ആരാണ് ദുൽഖർനൈൻ അറിയൂല. ആരാണ് അറിയൂല. പക്ഷെ അങ്ങനെ ആളുണ്ട് എന്നത് ഉറപ്പ്. ഈ ആള് ആരാണ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞു? എന്താ പറയുന്നത്? ഖാലു യാ ദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി. ഈ വാക്ക് അലക്സാണ്ടർ പറയില്ല. ഖാല നിങ്ങൾ എനിക്ക് നികുതി ഒന്നും പിരിച്ചു തരണ്ട. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നെ വലുതാണ്. അതിന്റെ അപ്പുറത്ത് പറയുന്നുണ്ട് ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ. എന്റെ റബ്ബിന്റെ കൽപ്പന വരുന്ന ഒരു കാലം ഉണ്ടാവും, അക്കാലത്ത് ഇതും പൊട്ടും. അവിടെയൊക്കെ പറയുന്നത് ആരെയാണ്? വല്ലിപ്പയോ മറ്റോ പറഞ്ഞൊരു വല്ലിപ്പയോ ഒരു മൊല്ലാക്കാണ്. രണ്ടാലും നിങ്ങൾ പഴമക്കാരൻ എന്നോട് പറഞ്ഞൊരു കഥ. ഒരാൾ അടക്ക വിറ്റ് പോരുന്ന സമയത്ത് എന്ത് ചെയ്തു? അടക്ക വിറ്റ് പോരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ ഇതിൽ അടക്ക വിറ്റാണ്ട് പിന്നെ കാളവണ്ടി പോരുക. അങ്ങനെ കാളവണ്ടി പോകുന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഭയങ്കര കച്ചവടം കാര്യവും പിന്നെ ഭയങ്കര ആളും പാളും ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അവിടെ കാളവണ്ടി അവിടെ നിർത്തിയിട്ട് മൂരിനവിടെ 2 സൈഡിൽ കെട്ടി ഒരു സ്ഥലത്ത് ചെന്നാൽ എന്തോ വെള്ളമോ ചായ എന്തോ വാങ്ങി കുടിച്ചു. അപ്പോൾ മുമ്പ് ഉറക്കം വന്നപ്പോൾ മുമ്പത്ത് അടക്ക വിറ്റ പൈസ ഉണ്ട്. അപ്പോൾ ഈ അടക്ക വിറ്റ പൈസ കള്ളന്മാരുണ്ടാവുമല്ലോ, അതൊരു ഉത്സവമാകുമ്പോൾ പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം എന്ത് ചെയ്തെന്ന് അറിയോ? വേഗം എന്ത് ചെയ്തു? അവിടെ കാണാൻ പീഡിയക്കാരൻ്റെ കൈ കൊണ്ടേ കൊടുത്തു. ഇത് പിടിക്കിട്ടോ. അതിൽ ഈമാന്താരിയായ ഒരു കച്ചവടക്കാരനെ കണ്ടപ്പോൾ ആ പൈസ അവിടെ കൊടുത്തു. ഞാനൊന്ന് ഉറങ്ങട്ടെ. കാളവണ്ടി കിടന്നാൾ നല്ലോണം ഉറങ്ങി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? തിരിച്ച് കാളവണ്ടിക്ക് പിന്നെ പീടിയൊക്കെ വന്നു. അപ്പോൾ ആഘോഷമൊക്കെ നടക്കുന്ന ഏരിയക്ക് വന്നു. ഒരു കാളവണ്ടി പുറത്ത് നിർത്തിയാണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പീടിയില്ല, അങ്ങാടിയില്ല, ആഘോഷമല്ല, ഒന്നുമില്ല. അതിലിറങ്ങാറായി. കാരണം ആകെയുള്ളവരാണ് ഈ പൈസ. അങ്ങനെ അക്കാലത്ത് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വലിയ തങ്ങൾ പാപ്പാൻ സയ്യിദിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. ദിവസം കുറിച്ച് വെച്ചോ, അടുത്ത കൊല്ലം അതേ ദിവസം അതേ രാത്രി പോയിക്കോ, എന്നിട്ട് ആ പീടിയക്കാരൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ജന്തു പറഞ്ഞാൽ മതി, ആ പൈസ നിൽക്കുന്ന പൈസ തരും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഡയമെൻഷൻ അതും ഉണ്ടാകാം. ഇയാൾക്ക് അല്ലാഹു തആല അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കത് തൗഫീഖ് കൊണ്ട് അത് തുറന്നോർത്ത് നോക്കാം. നമ്മൾ നടക്കുന്നിടത്ത് കൂടി ഒക്കെ ഈ ആഘോഷം ഉണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവില്ല. അതെ 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 അത് പലതുമായിരിക്കും മോനെ, അതൊക്കെ പലതും ആയിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് കാലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കിട്ടിയ ആളാണ് റസൂലുള്ളാഹിക്ക്. അത് ടൈം ട്രാവലർ, അത് അങ്ങനത്തെ ഒന്നുണ്ട്. ഒറ്റപ്പോക്കൺ പോകും കാലത്ത് കൂടി. അതാണ് 5th ഡയമെൻഷൻ. ഉദാഹരണം, നീളം, വീതി, ആഴം, സമയം. അതാണ് 4th ഡയമെൻഷൻ. മനസ്സിലായില്ല? നമ്മളിപ്പോൾ മനസ്സിലാവേണ്ട പറയും, നമ്മൾ 4 സ്ഥലകാല ബന്ധങ്ങൾക്ക് നമ്മൾ അതീതരല്ല. നമുക്ക് നീളം, വീതി, ഉയരം, കാലത്തൂടെ അങ്ങനെ പോവാണ്. ഇതിനപ്പുറത്ത് ഇതൊന്നും അല്ലാത്ത വേറൊന്നും ഉണ്ടാവും. അവിടെ ഈ കാലാവൂല, ഈ കാലമാകൂല. ഒരു ജിന്നിനെ കല്യാണം കഴിക്കണമെങ്കിൽ ജിന്നിന് 200 വയസ്സാവും. അപ്പോൾ ഇത് നിങ്ങൾ ബേജാറണ്ട, വയസ്സ് നമ്മളെ കലണ്ടർ ആവില്ല. ഓരോ കലണ്ടർ നമുക്ക് 365 ദിവസം ഉണ്ടാവും, ഓർക്ക് അങ്ങനെ ഇരിക്കണമെന്നില്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, അങ്ങനെയും വരാം. നമുക്ക് ഈ കലണ്ടറായില്ല, ഓരോ കലണ്ടർ അങ്ങനെയും വരാം. അപ്പോൾ എന്തോ പറഞ്ഞു ചോദ്യം. അതെ അങ്ങോട്ട് പോകും ചില മനുഷ്യന്മാർ, അങ്ങോട്ട് പോകും ചില ഇങ്ങോട്ട്. ഇപ്പം റസൂലുള്ള ലോകം മുഴുവൻ കാലത്തിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിച്ച ആളാണ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ആര് കണ്ടു? ഇന്നി അറ. പല ഹദീസിലും ഞാൻ കാണുന്നുണ്ട്. എന്നോട് ജിബ്രീൽ വന്ന് പറഞ്ഞു എന്നല്ല, ഇന്നി അറ, ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ശത്രുക്കളുടെ കൂട്ടങ്ങൾ വന്ന് ഇറങ്ങണത് ഞാൻ മഴത്തുള്ളി വീണ പോലെ. അതായത് ഇപ്പം എന്ത് കാണുന്നുണ്ട്? വിമാനം ആദ്യമായിട്ട് ഉണ്ടാവുന്നത് 1902
മഴ പെയ്യുമ്പോൾ ശത്രു വന്നിറങ്ങാറിഞ്ഞാൽ അന്ന് ലാൻഡ് പോർട്ടും സീ പോർട്ടേ ഉള്ളൂ, എയർപോർട്ട് ഇല്ല. പക്ഷെ നബി എയർപോർട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അങ്ങനത്തെ ഡയമെൻഷൻ്റെ അപ്പുറത്തേക്ക് പോകാനോ ഒറ്റ ഈ കണ്ണ് മതി. ഈ കണ്ണ് ഇപ്പൊ സഞ്ചരിക്കുന്നത് ഇവിടെ ആവില്ല, ഇവിടെ ആവുമ്പോൾ തന്നെ അവിടെയാവും. അപ്പൊ റസൂലാണ് തോണ്ടിയാൽ എന്നോട് വർത്തമാനം പറയും. പക്ഷെ ഈ കണ്ണിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഇന്നി അറ, ഞാൻ കാണുന്നു എന്നല്ലേ ചങ്ങായി പറയാ മനുഷ്യ. ഇന്നി അറ എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായും ഞാൻ കാണുന്നു. വിമാനം ആദ്യമായിട്ട് ഉണ്ടായതെന്നാ 1932 റസൂൽ വഫാത്താണ് 632. അപ്പൊ റസൂൽ വിമാനം തമ്മിൽ ഏറ്റവും ചുരുങ്ങി 1300 ശതമാനത്തിന് വ്യത്യാസം ഉണ്ടല്ലോ, ഉണ്ടോ അല്ലേ? 1300 കൊല്ലത്തിന് വ്യത്യാസം അഭിമാനം വിമാനം തമ്മിലില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വിമാനം ഉണ്ടെന്ന് ജിബിരിയിൽ എന്നോട് വന്നു പറഞ്ഞു എന്നല്ല. എന്താ പറഞ്ഞു? ഞാൻ കാണുന്നു. ശത്രുക്കളെല്ലാം തീന്മേശയിലെ ഭക്ഷണത്തിന് വലിച്ച് തീർക്കുന്ന പോലെ നിങ്ങളെ വലിച്ചു തീർക്കുന്നത് ഞാൻ കാണുന്നു. മനസ്സിലുണ്ട് പറഞ്ഞത്? അപ്പൊ നമ്മളെ കാലത്തിലുള്ള ആൾ, നമ്മളെ കാലം ബാധകവും അല്ലാത്ത അവസ്ഥയിലുമുള്ള ആൾ, അതാണ് ആര്? റസൂലുള്ളാഹ്. മനസ്സിലുണ്ട് പറഞ്ഞത്? ഈസാ നബി ഉയർത്തപ്പെട്ടതിന് ശേഷം ഇവിടെ നബി ഇല്ലല്ലോ. ഈസാ നബി ഉയർത്തപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു റസൂൽ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വേറെ റസൂലുണ്ടോ? ഇല്ല. ഇവിടെ ജിന്ന് വർഗം എന്ന വർഗത്തിന് വേറെ റസൂലുണ്ടോ? എന്താണ് ഉണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പൊ ഇവിടെ ഇപ്പോൾ തന്നെ 2000 കൊല്ലായിട്ട് ജിന്നുകൾക്ക് ആരില്ല, റസൂലില്ലല്ലോ. ഉറക്കെ പറ, റസൂലുണ്ടോ? ഇല്ലേ? ഇൻസുകൾക്കല്ലല്ലോ റസൂൽ അല്ലാതെ. റസൂലില്ലാത്ത ജനതക്ക് അദാബിൽ ഉണ്ടാവില്ല പരലോകത്ത്. അപ്പൊ ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹന്നമ മിനൽ ജിന്നത്തി, നരകത്തിന് പോലെ നടക്കണമെങ്കിൽ റസൂൽ ആ ഡയമെൻഷനിൽ ആരാകണം? റസൂലായ പോലെ. റസൂലിന്റെ പണിയില്ലേ? ഒരിക്കൽ പറഞ്ഞു കൊടുക്കണ്ടേ? അതിവിടെ നടക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് കണ്ണുണ്ടാവും, അങ്ങോട്ട് കണ്ണുണ്ടാവും, ഇങ്ങോട്ട് വായുണ്ടാവും, അങ്ങോട്ട് വായുണ്ടാവും. അങ്ങനല്ലേ കൂടെ? എന്തേ ഇങ്ങോട്ട് കണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ? കണ്ണ് ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവും, തൊള്ളുണ്ടായിക്കോളൂ. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഇപ്പം റസൂലുള്ളാന്റെ ബാക്കിൽ ലക്ഷക്കണക്കിന് ജിന്നുകളും അതേ വയറിലേക്ക് ഉണ്ടാവും. ഇവര് കണ്ണില്ല. മനസ്സിലായോ? അവർ വേറെ ഡയമെൻഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കൂടെ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇത് വേണം, അവർക്ക് ഇരിക്കണമെങ്കിൽ എയറിൽ ഇരിക്കൂല. അങ്ങനെ കൂടെ അവർക്ക് മേലെ വേറെ അട്ടിയുണ്ട് പോലെ അതിൻ്റെ മേലെ ഇരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കുക, ഒരു അങ്ങനെ 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 ഒരു ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. എൻ്റെ കൂടെ അല്ല. പറഞ്ഞ മനസ്സിലായോ? നമ്മൾക്കിപ്പം ഇവിടെ ഇത് ഉണ്ടായതുകൊണ്ടല്ലേ അവിടെ ഒരു കൂട്ടർക്ക് ഇരിക്കാൻ കഴിയുന്നത്. പഠിച്ചോനെ റബ്ബേ, ഞാൻ അവസാനിപ്പിക്കാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, വേറെ ഒരു വിഭാഗത്തിന് ജിന്നുകൾ, ഒരു ഉദാഹരണം പറയാം, അവർക്ക് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയും, വായുവിൽ. അവർക്ക് വായു വേണ്ടിയല്ല, ശ്വസിക്കേണ്ടി വരില്ല, അങ്ങനെ ഉണ്ടാവും. ഓരിങ്ങനെ ഇരിക്കും. അതിൻ്റെ മേലെ വേറെ ആൾക്കുണ്ടാവും, അതിൻ്റെ മേലെ വേറെ ആൾക്കുണ്ടാവും. അപ്പോൾ കോടിക്കണക്കായ ആളുകൾ ഈ വേളയിലേക്ക് ഉണ്ടാവും. ആര്? ജിന്നുകൾ. ആ റസൂലുള്ളാഹിനെ എനിക്ക് അറിയില്ല. എനിക്കിങ്ങനെ 10-25 സ്വഹാബികളിൽ നിന്ന് റസൂലുള്ളാഹിനെ അറിയുള്ളൂ. മറായിത്തും റസൂലുള്ളാഹ്. നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയാം? ഇത് ഞാൻ ചെറിയ ഉദാഹരണം, ഇതൊന്നും അല്ല കേട്ടോ. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലാണ്, ഇതൊന്നും അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു ഡയമെൻഷനിൽ അവർക്ക് ആശുപത്രിയില്ലേ, അവർക്ക് മെഡിക്കൽ കോളേജില്ലേ, അവർ ഡോക്ടർമാരില്ലേ? രാത്രി ഒരാൾക്ക് എന്ത് ചെയ്തെന്നറിയോ? രാത്രി ഞാൻ അവസാനിപ്പിക്കാതെ, രാത്രി ഒരാൾക്ക്, രോഗിയായ ആൾക്ക് BP കുറഞ്ഞു. എന്നോട് നമ്മൾ ഇങ്ങനെ പലരോടും ബന്ധമുണ്ടാകുമ്പോൾ അനുഭവങ്ങൾ പറയും. അവസാനിപ്പിക്കണം, ഒറ്റ വാക്ക് ചിന്തിക്കണം. BP കുറഞ്ഞു. BP കുറഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെക്കണം. എന്തോ ഒരു മരുന്ന്, ഒരു സദസ്സ്. അപ്പം ആ സദസ്സിൽ ഒരാളുണ്ട്, അയാൾക്ക് ജിന്നുകളുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ഇയാൾ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ഏതാണ് അടിക്കണ മരുന്ന്, ആ മരുന്ന് ലിസ്റ്റ് തരുന്നതാണ്. രാത്രി നട്ടപ്പാതിര ഒരു മനുഷ്യനെ കൂട്ടത്തിൽ ഒരാൾക്ക് സ്വക്കടായി. ഞാനല്ല, നിന്നെ പെട്രോളുണ്ട, എന്നോടൊരു മനുഷ്യൻ പറഞ്ഞ അനുഭവം, ആ മനുഷ്യനോട് കളവ് പറയില്ല. അപ്പോൾ ഒരു അനുഭവം പറയാണ്. അനുഭവം പറയുമ്പോൾ എന്താ? അപ്പോൾ ഒരാൾക്ക് സ്വക്കടായി, അവർക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെക്കണം. ആ ഇഞ്ചക്ഷൻ അപ്പോൾ അവിടെ എത്താൻ കഴിയൂല.
അപ്പോൾ എന്ത് ചെയ്തു, ആ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തിക്ക് ജിന്നുകളുമായി ബന്ധമുണ്ട്. അപ്പോൾ ആ വ്യക്തി എന്ത് പറഞ്ഞു, ഞാൻ പിന്നെ നിങ്ങളെ ലിസ്റ്റ് ഏതാ മരുന്ന് അടിക്കണമെന്ന് ഞാൻ നമ്മളെ ആളുകളൊന്ന് സംസാരിച്ചോട്ടെ. അയാൾ അപ്പുറത്തെ മുറി പോയിട്ട് വാതിലടച്ചു, മുറി പൂട്ടി വാതിലടച്ച് അവിടെ ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിറിഞ്ചും സൂചിയും മറ്റതും മരുന്നും എല്ലാം കൂടി കൊണ്ട് ഇയാൾ വന്നു. മുറി തുറന്നാണ്ട് തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവും. വേറെ എനിക്ക് അനുഭവമുണ്ട്. എന്നോട് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും, ഞാൻ പറയില്ല. വേറെ എനിക്ക് അനുഭവമുണ്ട്. ഇങ്ങനത്തെ അനുഭവം എനിക്ക് പലതുണ്ട്. അങ്ങനെയാണ്. അങ്ങനെയുണ്ട്, പലതുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. പലതുണ്ട്, പല സംഭവമുണ്ട്. അപ്പം എന്തുകൊണ്ട് മനസ്സിലായില്ല, അത് മറ്റൊരു ഡയമെൻഷൻ ഇവിടെ. അപ്പം ഇതിന് മനസ്സിലാണ് എന്താ, അവരെ കൂട്ടത്തിൽ ഡോക്ടർമാരോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്തു, ആ മരുന്ന് എത്തിച്ചു കൊടുത്തു. അവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, അവർക്ക് ദീനല്ലേ, അവർ സൃഷ്ടിയല്ലേ, അവർക്കും എന്തുണ്ടാവും, ഇതൊക്കെ അവർക്ക് ദീനുണ്ടാവുമല്ലോ. അപ്പം അതിനും ഇവിടെ മെഡിക്കൽ കോളേജും അതും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഹബീബാ റസൂൽ പ്രബോധനം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് പിന്നെ ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആലിമീങ്ങളെ ബാക്കി ഇപ്പോഴും അവിടെ ദീൻ നടത്തുന്നുണ്ട്. ഇനി വേറെയുണ്ട്. അവർക്ക് പൈശാചിക സാധനം മനസ്സിലായില്ല, അത് വേറെ ലോകം ഉണ്ടാവും, പലതും ഉണ്ടാവും. നരകത്തിലേക്ക് ശിക്ഷക്കൊരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? ശിക്ഷക്കൊരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? റസൂലില്ലാതെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മനസ്സിലായില്ലേ, ഈ കാട്ടുവാസികൾ ജിന്നിന് അർത്ഥം വെക്കേണ്ടി വരും. എന്നാത്ത നിങ്ങൾ ജിന്നോട് കൊടുക്കും. കാരണം കാട്ടുവാസിക്ക് നിങ്ങളാരും അയൽ പറഞ്ഞു കൊടുക്കലുമില്ല. അങ്ങനെയല്ലേ നമുക്ക് മിനൽ ജിന്നത്തി വന്നാസേരിയ എന്നാ നമ്മൾ കാട്ടുവാസിക്ക് വയൽ അറിയാൻ വേണ്ടി പോണ്ടേ? അങ്ങനെ ഉണ്ടോ? ഭാര്യ മനുഷ്യന്മാരെ ഉണ്ടോ? ഇല്ല. അതിന്റെ ബാധ്യത നമുക്കില്ല. നമുക്ക് നമ്മളെ മുന്നിലെത്തിയവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. അതിന് അല്ലാഹു തആലക്ക് വേറെ വഴിയുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേറെ സാഹചര്യമായിരിക്കും. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ ചുരുക്കത്തിൽ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ആൾ എന്നർത്ഥം വെച്ചത് തെറ്റാണ്. 2 നൂറ്റാണ്ടിലെ ആൾ എന്ന് അർത്ഥം വെച്ചതും തെറ്റാണ്. അലക്സാണ്ടർ എന്നർത്ഥം വെച്ചത് 100% തെറ്റാണ്. സൈറസ് എന്നർത്ഥം വെച്ചതും തെറ്റാണ്. കാരണം സൈറസ് അഗ്നി ആരാധകനാണ്, അലക്സാണ്ടർ ശംസിയുമാണ്. ശംസിയാണ് സൂര്യാരാധകൻ. അതാണ്. അപ്പൊ അലക്സാണ്ടർ ആരാണ് ദുൽഖർനൈൻ അറിയൂല. അറിയൂല. പക്ഷെ അങ്ങനെ ആളുണ്ട് എന്നത് ഉറപ്പ്. ഈ ആള് ആരാണ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞു? എന്താ പറയുന്നത്? ഖാലു യാ ദുൽഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി. ഈ വാക്ക് അലക്സാണ്ടർ അറിയില്ല. ഖാല നിങ്ങൾ എനിക്ക് നികുതി ഒന്നും പിരിച്ചേരണ്ട. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ചെയ്തന്നെ വലുതാണ്. അതിന്റെ അപ്പുറത്ത് പറയുന്നുണ്ട് ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅ വകാന വഅദു റബ്ബി ഹഖാ. എന്റെ റബ്ബിന്റെ കൽപ്പന വരുന്ന ഒരു കാലം ഉണ്ടാവും, അക്കാലത്ത് ഇതും പൊട്ടും. അവിടെയൊക്കെ പറയുന്നത് ആരെയാണ്? റബ്ബ്. ഈ വാക്ക് ആര് പറയില്ല? ഒരിക്കലും അലക്സാണ്ടർ പറയില്ല. അലക്സാണ്ടർ കാഫിറല്ലേ, സാത്താനിസ്റ്റല്ലേ, പിശാചിനെ ആരാധിച്ചാലല്ലേ. അപ്പോൾ അലക്സാണ്ടർ എന്ന് എഴുതി വെച്ചത് 100% തെറ്റാണ്. 100% തെറ്റാണ്. സൈറസ് എഴുതി വെച്ച ചില ആധുനികരുണ്ട്, നാളെ ഞാൻ ചില രീതികൾ കാണിക്കാം, അതും തെറ്റാണ്. ആരാണ് ഇയാൾ നമുക്ക് അറിയൂല. എന്നാ മുഅസ്സിർ ഇബ്രാഹിം എന്ന് തെറ്റാണോ? അത് തെറ്റാന്ന് പറയാൻ പറ്റൂല. ഇബ്രാഹിം ഇവിടെ കരക്കാരൻ ആകാം, ചിലപ്പോൾ അതിനു മുമ്പിലും ആകാം. ഖദർ പ്രധാനപ്പെട്ട അഭിപ്രായം ഇബ്രാഹിം നബിക്ക് മുമ്പാണ് ജനിച്ചത്. സയ്യിദുനാ ഖദർ, ഉറക്കപ്പറ സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം ദുൽഖർനൈന്റെ കൂട്ടത്തിലുണ്ട്. അതിന് മുമ്പുള്ള ആളാണ്. കാരണം ഹഫീദ നൂഹ് നബിന്റെ പേരക്കുട്ടിയാണ്. അങ്ങനെ അഭിപ്രായമുണ്ട്. ആരെപ്പറ്റി? ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി. എൻ്റെയൊക്കെ അപ്പുറത്താകാം, അല്ലാഹു അഅലം. എവിടെയാണ് ഇവരെ അറിയില്ല. എവിടെയാണെന്ന് നമുക്കറിയൂല. ഇനി നാളെ മഹ്ദിമാം വന്നാൽ അറിഞ്ഞോ തെറ്റില്ല. മുൻകാലത്തിൻ്റെ അതിൽ പഠിക്കാഞ്ഞോ അത് ദീനിൻ്റെ ഒരു ഹുക്കുമിൽ പെട്ടതല്ല.
പിന്നെ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്കൊട്ടെ അറിയില്ല. പിന്നെ പരക്കെ പറഞ്ഞേക്കണ വലിയൊരാളാണ് ആര്യ അലക്സാണ്ടർ. അപ്പോൾ ചിലർ ഇസ്കന്ദർ യൂനാനിന്ന് എഴുതിച്ചു. എന്നാൽ അലക്സാണ്ടർ ഇത്രത്തോളം അപകടകാരിയാണെന്ന വിജ്ഞാനം അവർക്ക് ഉണ്ടാവില്ല. ഒരുപക്ഷെ അവരത് എഴുതിയതും ആവൂല. അവർക്ക് ശേഷം ആരോ അത് കടത്തിക്കൂട്ടിയതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ എഴുതി വെച്ചതിൽ വരെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. യൂസഫിന്റെ ഭാര്യ തങ്ങളുടെ ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കലായ അതിൻ്റെ ഒരു പ്രിഫേസ് ആമുഖമാണ് ഇന്ന് പറഞ്ഞത്. ഇനി അതിന് സയന്റിഫിക്കലി ചില കാര്യങ്ങൾ നാളെ പറയും. നാളത്തോടുകൂടെ ഈ സൂറത്തിൻ്റെ ആമുഖം തീരും ഇൻഷാ അല്ലാഹ്. നാളെയും കൂടെ ഒന്ന് പഠിക്കാം. എന്തിനെന്നറിയോ, നമുക്ക് കാര്യമായ വിഷയമാണ്. എന്ത്? ഇന്ന മക്കന ലഹു ഫിൽ അർള്. അത് ഞാൻ നാളെ ഒന്ന് പൊട്ടിക്കും ഇൻഷാ അല്ലാഹ്. ഇതുവരെ ഞാൻ പഠിച്ചതല്ല, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്. വാതിൽ നമുക്ക് തുറന്നു നോക്കുക. അതിൽ ഒരു പ്രശ്നമില്ല ദീനിന്. വാതിൽ തുറന്നു നോക്കൽ ഇപ്പം നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട്? കാലം മാറി. നമ്മൾ കാലത്തിൻ്റെ തഹദ്ദിയാത്തിനെ നേരിടണം. കാലത്തിനൊക്കെ വെല്ലുവിളികളുണ്ടാവും. അന്നത്തെ കാലത്തുള്ള വെല്ലുവിളിയല്ല ഇന്നത്തെ കാലത്തെ വെല്ലുവിളി. അന്നത്തെ കാലത്തെ വെല്ലുവിളി വേറെ. ഇപ്പോൾ ഖദരിയത്ത്, മുർജിഅത്ത്, റാഫിളത്ത്, മുഅ്തസിലത്ത്, അതാണ് സ്വഹാബികൾക്ക് മുന്നിലുള്ള പ്രശ്നം. അവർക്ക് ഇന്നിപ്പോൾ നമുക്കിനെ നേരിടേണ്ട ആവശ്യമില്ല. നമ്മളെ മുന്നിലുള്ള വഹാബിയത്ത് പോലും അതിനേക്കാൾ എത്രയോ സിമ്പിളാണ്. സ്വഹാബികളും താബിഈങ്ങളും നേരിട്ടതിൻ്റെ വെല്ലുവിളി പറഞ്ഞാൽ മുഅ്തസിലത്താണ്. മുഅ്തസിലത്തിനെ പിന്നെ നമ്മൾ നേർപ്പിച്ചിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ 1% ആരും വരില്ല, വഹാബികൾ വരില്ല. മുഅ്തസില എന്നാൽ ലോകം കണ്ട ബുദ്ധിമാന്മാരാണ്. ഇവർക്ക് എന്ത് ബുദ്ധിയുള്ളത്? ഈ അന്തംഗം ഇവർക്ക് നമ്മൾക്ക് ഭയങ്കര പ്രശ്നമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ബുദ്ധിയില്ല, ഈമാനില്ല, ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാന്ന് റസൂൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഓനേക്കാൾ ബുദ്ധി ഉണ്ടാവും. അതിനർത്ഥം റസൂൽ പറഞ്ഞ തെറ്റാണെന്നല്ല, എനിക്കൊരു ആവറേജ് ബുദ്ധി ഇല്ല എന്നാണ് അതിനർത്ഥം. എനിക്കൊരു ആവറേജ് ബുദ്ധി ഇല്ല, അത്രയും അർത്ഥമുള്ളൂ. അപ്പോൾ മുഅ്തസിലത്തിനൊക്കെ ഭയങ്കര അവരെ തഹദ്ദിയാത്ത് അതാണ്. അത് അവർ പൊളിച്ചടുക്കി ഇമാം ഗസാലിനെ പോലത്തെ. പിന്നെ പൊളിച്ചു വെല്ലുവിളി പിന്നെ ഉണ്ടാവും. നിനക്കിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം എന്തായിരിക്കും എന്നറിയോ? പെരുന്നാൾക്ക് ഇനി കുട്ടികൾക്ക് തുണിപ്പെടുക്കാൻ എന്താണ്, എങ്ങനെയാണ്? അതപ്പം നിങ്ങളെ വെല്ലുവിളി. ആ പൈസ ഞാൻ തന്നു, അല്ലെങ്കിൽ ഒരു മുതലാളി ഞാൻ തന്നു, ഉസ്താദേ അൽഹംദുലില്ലാഹ് കുടിച്ചോളിന്നാ. ആ പൈസ എന്നാൽ പിറ്റേന്ന് നിങ്ങൾ സമാധാനത്തിൽ കടന്നുറങ്ങുക ഇല്ല. പിറ്റേന്ന് വേറെ വെല്ലുവിളി വരും. എന്നും വെല്ലുവിളി ഉണ്ടാവും. വെല്ലുവിളി ഇല്ലാത്തൊരു കാലം മോമിനിങ്ങൾക്ക് ഉണ്ടാവില്ല. പുതിയ വെല്ലുവിളി ഉണ്ടാവും. ഇന്ന് ആധുനിക സയൻസിൻ്റെ വെല്ലുവിളിയാണ്. അതിനെ പൊളിച്ചെടുക്കുക. ഈ പറയുന്ന ഒരാൾക്ക് ഇന്നലെ വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഭാർഗവൻ സാർ വരെ എന്നെ കളിയാക്കിയിരുന്നു. ഞാൻ ലോകാവസാനം തരുമ്പോൾ ഭാർഗവൻ സാർ കളിയാക്കും. കാരണം ഒരു സത്യം നിഷേധിയിരുന്നു. അതേ സമയത്ത് ഇന്നിപ്പോൾ നമുക്ക് അവരാണ് അഡ്വാൻസ്ഡ്. ലോകാവസാന വിഷയത്തിൽ മുസ്ലിങ്ങളെക്കാൾ പുസ്തകമുള്ളത് ആർക്കാണ്? ഇപ്പോൾ യൂറോപ്യൻസിനാണ്, സയൻറ്റിസ്റ്റിനാണ്. എത്ര പുസ്തകമാണ്, എത്ര. അപ്പം ഇന്ന് കൃത്യമാക്കാൻ. അപ്പം ഇന്ന മക്കന ലഹു ഫിൽ അർളി. അപ്പം യജൂജിനെ ഒന്നുകൂടി ഞാൻ പുതുക്കി പണിയും. 2007 ഞാൻ യജൂജ് മജൂജിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു? 19 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ യജൂജിനെ പുതുക്കി പണിയും ഇൻഷാ അല്ലാഹ്. ബേസ്മെൻ്റ് അത് തന്നെ ആയിരിക്കും, പക്ഷെ അതിൻ്റെയും അപ്പുറമാണ് യജൂജ്. അതെപ്പോഴും മനസ്സിലാക്കുന്നത്. യജൂജ് അത് തന്നെയാണ്. അവർ ഇതിൻ്റെ ബേസിക്കിൽ നിർത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി പോകും ഇൻഷാ അല്ലാഹ്. ആ ഒരു ആമുഖം കൂടി പറഞ്ഞിട്ട് വേണം ഈ സൂറത്തിലേക്ക് ഇറങ്ങാൻ. മനസ്സിലാണ് പറഞ്ഞത്. ഇത് സൂപ്പർമാനാണ്. ആര്? ദുൽഖർനൈൻ. അവർ കൗഫാണ്, ഒരു അൽക്കൗഫാണ്. അങ്ങനത്തെ സൂപ്പർമാൻമാർ ഇനി 2 ആൾ വരാനുണ്ട്. അതിന് മുമ്പും പിമ്പൊക്കെ ഉണ്ട്. മുമ്പ് ഏതായാലും ഉണ്ടാകാം വേറെ. അതിന് ഏറ്റവും വലിയ 2 സൂപ്പർമാൻമാർ വരാനുണ്ട്. ഒന്നാര്? സയ്യിദന ഇമാം മഹ്ദി, ഒന്ന് സയ്യിദന ഈസ. ഒരു സൂപ്പർമാൻമാരാണ്. ഓർക്ക് എല്ലാ ഡയമെൻഷൻസും ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ എത്ര എന്ത് ഓൽക്കറിയാം. ഓരോ കണ്ണെന്ന് മറയാൻ ഒരാൾക്ക് കഴിയില്ല. മുസ്തഫ നബിയുടെ കണ്ണെന്ന് മറയാൻ കഴിയില്ല. ഇന്നീല അറാക്കും ഇബിഹി. ഓരോരുത്തരും റസൂലുള്ള നിസ്കാരം കഴിഞ്ഞാൽ പറയും മേപ്പെട്ട് നോക്കി പിന്നെ ഇങ്ങനെ ജമാഅത്തിൽ നിൽക്കുക. എന്താ അവരൊക്കെ അവസ്ഥ? റസൂൽ പറയാം. അപ്പം ചില ചോദിച്ചു, നിങ്ങളെങ്ങനെ നബിയെ കണ്ട്? നിങ്ങളെങ്ങനെ കണ്ട്? ഇനി അറാക്കും ലഹരി. എൻ്റെ പടിയും കണ്ണുണ്ട്. മനസ്സിലായില്ല. ഈ ഹദീസ് സ്വഹിയാണോ? അല്ലേ, സ്വഹിയാന്ന് ദുനിയാവൊക്കെ അംഗീകരിച്ച ഹദീസ്. ഇനി ആറാക്കും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. മീമറായി ലഹരി പറയും. ഞാൻ എൻ്റെ അവിടെ ഒരു കണ്ണാടി ഉണ്ട് എന്നല്ല അങ്ങനെ പറഞ്ഞ് പറയും. മനുഷ്യന്മാരെ, അവിടെ ഒരു കണ്ണാടി, ഇവിടെ ഒരു കണ്ണാടി ജിബിലിയിൽ വെച്ച് തന്നു. അപ്പം ഞാനിത് ഇങ്ങനെ ഇടക്കിടക്ക് എന്ത് നോക്കുന്നുണ്ട്?
നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഇന്നോവ വണ്ടീൻ്റെ ഒക്കെ മുന്നിൽ ബാക്കിൽ മതിലുണ്ടോന്ന് കുത്താൻ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പറയും മനുഷ്യന്മാരെ, ഇന്നോവ പോലത്തെ വണ്ടികളുടെ മുൻഭാഗത്ത് എന്തുണ്ടാവും? ഒരു കണ്ണാടി അല്ലേ, ഒരു ക്യാമറ അല്ലേ? ഈ ക്യാമറയിൽ ബാക്കിലുള്ള ഇങ്ങനെ മൂപ്പര് ബാക്കൊക്കെ കണ്ട ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയും. അങ്ങനെയാണോ പറഞ്ഞ്? എനിക്കിവിടെ ജിബിലിയിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്നാണോ പറഞ്ഞ്? അങ്ങനെ പറയാലോ. എന്തേ പറഞ്ഞ്? ഇനി അറാക്കും, നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് മിമറോഹി ഇങ്ങനെ. അപ്പൊ എന്റെ രോമക്കുത്തൊക്കെ കണ്ണായിരിക്കും. എന്റെ രോമക്കുത്തൊക്കെ കണ്ണാണ്. അങ്ങനത്തെ ഡയമെൻഷനാണ് ആരുള്ളത്? റസൂലുള്ളാഹി. ഇതിന്റെ അപ്പുറം അതൊന്നുമല്ല. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർമാൻ മുസ്തഫ നബിയാണ്. നടക്കാത്തൊരു കാര്യമല്ല. ഒറ്റ ചാട്ടത്തിന് അർശിലേക്ക് എത്തും. ഇന്ന മക്കനാലഹു ഫിൽ അർളാണ് നബിക്ക് മക്കനാലഹു ഫിൽ ഖൽഖാണ് ഫിൽ ദുനിയ. അതുകൊണ്ടാണ് കൗഫിൽ പറയുന്നത്. ദുൽഖർനൈന് ഒരു പരിധിയുണ്ട്, നബിക്ക് എന്തില്ല? പരിധിയാണില്ല. നമ്മൾ ഈ മഞ്ചേരിയും കൊണ്ടോട്ടിയും ഇവിടെ 4 ബസ്സും ഇടക്കിടക്കുള്ള തെരഞ്ഞെടുപ്പും തന്നെയാണ് ലോകം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ഇത് കുളത്തിലെ തവളയാണ്. എനിക്ക് അല്ലാഹു എന്ത് തന്നിട്ടില്ല, എനിക്ക് കുളത്തിലെ തവളയച്ച്. അങ്ങനെ എത്ര ചില സംഭവങ്ങൾ പറയും നിങ്ങൾക്കൊരു അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഇവിടെ നിന്ന് പോയിട്ട് ഒരു മനുഷ്യനെ വേറെ ലോകത്തേക്ക് എത്തിയിട്ട് ആ ലോകത്ത് ആ മനുഷ്യൻ 100 കൊല്ലം പാർത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സഭ പിരിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഡയമെൻഷൻസ് ഉണ്ട്. അതൊക്കെ ആധുനിക ലോകം അംഗീകരിക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ ഈ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് പോയി, എന്നിട്ട് വേറെ നാട്ടിൽ പോയി. എന്നിട്ട് അപ്പം മൂപ്പര് അവിടെ പെണ്ണന്വേഷിച്ചു പറഞ്ഞു, ആയിക്കോട്ടെ പെണ്ണടിച്ചു തരാം. പെണ്ണും കെട്ടി കുട്ടികളുണ്ടായി. 1, 2, 3 കുട്ടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ മൂപ്പർക്ക് തോന്നി ഞാൻ നാട്ടിൽ പോയി വരാറുണ്ട്. തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ എന്തായിട്ടില്ല? മൂസക്കുട്ടി ചായ വിളമ്പാൻ പോണേ ഉള്ളൂ. ചായയും നെയ്യപ്പം പോകാൻ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അയാൾ തിരിച്ചു വന്നു. അവിടെ ഇപ്പം എന്തുണ്ടായി? അവിടെ പെണ്ണുങ്ങളും കുട്ടികളും കുടുംബവും കൂട്ടവും പേരക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വന്നത്. ഇതിപ്പോൾ കെട്ടുകഥയാണോ? അല്ലേ? ഇന്ന് മനുഷ്യന്മാരോട് പറഞ്ഞാൽ നമുക്ക് കെട്ടുകഥ, ശാസ്ത്രത്തിന് കെട്ടുകഥയല്ല. കാരണം ഒരു സമൂഹത്തിൻ്റെ സമയവും മറ്റൊരു സമൂഹത്തിൻ്റെ സമയം തമ്മിൽ ഭയങ്കര വ്യത്യാസം എന്നാണ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. നൂറുകണക്കിന് സിനിമ ഈ വിഷയത്തിലുണ്ട്. അല്ലാഹു അഅലം. 50,000 വർഷം അറിയില്ല. 50,000 വർഷം തന്നെ. ഇത് മിമ്മ തഉദ്ദു. നിങ്ങൾ എണ്ണുന്ന 50,000 വർഷം. പിന്നെ ഞാനിത് മനസ്സിലാക്കുന്നത് ആ സമയം ഇതിൻ്റെ അപ്പുറത്തുള്ള മനുഷ്യൻ്റെ ഇൻഡിവിജ്വലി ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം മഅ്ശറ ഒരു മുഅ്മിനായ മനുഷ്യനെ ഖദീർ റകഅതൈനി മിന സ്വലാത്തിൽ മക്തൂബ. ഒരു സുബഹി നിസ്കരിക്കുന്ന നേരാണ് ആർക്ക്? മറ്റൊരു 50,000. അപ്പോൾ ഇവർ തന്നെ അവിടെ 2 ഡയമെൻഷനിലായിരിക്കും. ഞാൻ മനസ്സിലായില്ല. അവിടെ 50,000 നിങ്ങൾ എണ്ണുന്ന 50,000 വർഷം. അതിനെ പിച്ച് ബേജാറാണ്ട്. അത് അവിടെ അല്ലാഹു തആലയാണ് ഖൽഖ് ചെയ്യുന്നത്. അപ്പോൾ ഖദർ അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ നമ്മുടെ വിശ്വാസം. ആ പൂർണ്ണമായി മരിക്കാതെ ജീവിച്ചിട്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആ വീക്ഷണം അനുസരിച്ച് ഇന്ന് ഖദറിനെ കണ്ട ഖദർ കൊല്ലത്തിലായി 10,000 കൊല്ലം. കുട്ടപ്പൻ 1 നമ്പർ. ഹറമിൽ നിന്ന് ഒരാൾ സംസം വെള്ളം കുടിക്കുക. ഹറമിൽ നിന്ന് സംസം കൂടെ കുടിക്കുമ്പോൾ അടുത്തൊരാൾ വന്നു. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തു? പിന്നെ പൈസ കൊടുത്തു. അപ്പോൾ ഒരു സാധുവായ മനുഷ്യനാണെന്ന് നോക്കിയപ്പോൾ പൈസ വാങ്ങിയില്ല. പിന്നെ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ചതിന് ബാക്കി ഇയാൾ കൊടുത്തു. അപ്പോൾ ഇയാൾ പിന്നെ വാങ്ങി. എന്നിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പോകാൻ നേരത്തെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അഹൂക്കൽ ഖദർ. പിന്നെ കണ്ടില്ല. അഹൂക്കൽ ഖദർ, എൻ്റെ സഹോദരൻ ഖദറാണ് ഞാൻ. പിന്നെ കണ്ടില്ല. പിന്നെ നോക്കി എവിടെ പോയി കണ്ടു തന്നെ. അങ്ങനെ ഒരു കാണാതിരിക്കാറില്ല. വേറെ നിലയ്ക്ക് തെറ്റി അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. പാഞ്ഞല്ല, തിരിഞ്ഞില്ല. ആളെവിടെ തന്നെ ഉണ്ടാവും. ആ ആള് അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ അവസ്ഥ ഹിജാബിലേക്ക് മാറി. നേരത്തെ ഒരു ഇങ്ങോട്ടായി, ഇപ്പം ഇങ്ങോട്ടായി. അവർക്ക് വ്യക്തിപരം. അതാ ഞങ്ങൾ മേശറിയിൽ നിങ്ങളുടെ ഡയമെൻഷൻ എൻ്റെ ഡയമെൻഷൻ രണ്ടായിരിക്കും. എനിക്ക് 2 റക്അത്ത്. അർശിൻ്റെ തണലെത്തിയപ്പോൾ നീ സ്വർഗത്തേക്ക് പോകുക അറിയുമ്പോൾ മലക്കുകളോട് പറയും, കുറച്ച് നേരം കൂടി കിട്ടിയെങ്കിൽ. നിങ്ങൾ ഇപ്പോഴല്ലേ നമ്മുടെ ഇവിടെ കുത്തിരുന്ന് ആരോട് പറയും? അപ്പോൾ അർശിൻ്റെ തണലിലേക്ക് വേറെ ഡയമെൻഷൻ.
തമ്മാടികൾക്ക് വേറെ അള്ളാഹു അവസ്ഥയെത്തോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പറയാം. പക്ഷെ വ്യത്യസ്തരല്ലേ അവസ്ഥ. അത് ആ അവസ്ഥയിലേക്ക് അന്നെ പടച്ചോ ഉയർത്തിത്തരും. ഇവിടെ ഇപ്പൊ ഖദറിന്റെ അവസ്ഥ എനിക്ക് എവിടെ എത്തുമ്പോൾ കിട്ടും, മൈസറിന്ന് കിട്ടും. പക്ഷേ 2 റക്അത്ത് നേരം എനിക്കോ മറ്റോനോ 50 കൊല്ലം. അള്ളാഹു അവസ്ഥയെ കാത്തിരക്ഷിക്കട്ടെ. മറ്റോ സ്വന്തം വിയർപ്പിലാണ് മുങ്ങിക്കണ്, എനിക്ക് വിയർപ്പില്ല ഒന്നുമില്ല. എൻ്റെ വിയർപ്പറ നോനബിനെ പ്രളയം പോലെയല്ല, എൻ്റെ വിയർപ്പാണ് നെന്നിൽ ഒതുങ്ങും. നമ്മളിപ്പോൾ വിയർപ്പിൽ ഓരോരുത്തരും മുങ്ങുന്നാണ്. അപ്പം നിങ്ങൾ എന്താ വിചാരിച്ച്? പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ മത്സരം മറ്റേ ൊക്കെ പോകണ്ടേ? അപ്പം നമ്മൾ നീന്തണം. കാരണം ഇവിടെ ഓരോരുത്തരെയും വിയർപ്പ്. എടാ നിനക്ക് നിന്റെ വിയർപ്പ്, മറ്റോൻ ഓൻ്റെ വിയർപ്പ്. പക്ഷെ വിയർപ്പ് തന്നെയല്ല, ഒമ്പടെ വിയർത്തിക്കണ്. തിരിഞ്ഞില്ല. ഇവിടെ വിയർത്തോൻ അവിടെ എന്തില്ല. ഇവിടെ റബ്ബിന് വേണ്ടി വിയർത്തോൻ അവിടെ എന്തില്ല. അല്ല ഓൻ്റെ വിയർപ്പിൽ നീന്തുക. അപ്പൊ അല്ല അങ്ങനെ തന്നെയല്ലേ. വല്ലാത്ത വാസിറത്തുൻ. വേറെ ആളെ പാപം വേറെ ആളെ ഇരിക്കണം. എൻ്റെ വിയർപ്പിൽ എന്താ ഞാൻ മുങ്ങണ്? എൻ്റെ വിയർപ്പ് എൻ്റെ വിയർപ്പ് ഒരു ഐസിൻ്റെ ഒരു കൂട് പോലത്തെ ഒരു കൂട്ടിൽ ഇജ്ജ് വിയർപ്പ് കിടക്കുക. അങ്ങനെ ആയിരിക്കും. എനിക്കത് ലോകമായി തോന്നും ചെയ്തേക്കാം. എനിക്ക് ദുനിയാവാകെയായിട്ട് അപ്പം തോന്നും. അത് വേറെ അവസ്ഥ, മറ്റൊന്ന് വേറെ അവസ്ഥ. ഇൻഡിവിജ്വലായിരിക്കും ഓരോന്നും. അള്ളാഹു അവിടെ നല്ലവരെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹു നല്ല കൂട്ടത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. മനസ്സറിഞ്ഞാൽ നല്ലവരെ കൂട്ടത്തിൽ എന്താ അവിടെ സന്തോഷമായിരിക്കും. ഒരു മനസ്സിലേക്ക് കിടക്കുമ്പോൾ സന്തോഷമായിരിക്കും. മറ്റൊരപ്പുറത്ത് അപ്പുറത്ത് മുങ്ങുന്നുണ്ട് ഒരാൾ. മനസ്സിലുണ്ട് കുട്ടികൾ. കാരണം എന്തിനും കഴിയുന്നവനാണ് ആര്? അല്ലാഹ്. ഇന്ന് പോലും ആധുനിക ടെക്നോളജിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങനത്തെ കഴിവുള്ള ആളാണ് ആര്? അമ്പിയാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് നബി അല്ലാത്ത ആളുടെ കഴിവിനെ അള്ളാഹു തആല വെളിവാക്കുക. ഈ ആൾ അന്ത്യനാളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ്. കാരണം ഇത് ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്ര പൊട്ടിയിട്ടുണ്ട് ആര് പറഞ്ഞു? അപ്പം ഇന്ന് നുഴഞ്ഞിറങ്ങും അവൻ. യജൂജ് നുഴഞ്ഞിറങ്ങാൻ തുടങ്ങി എന്ന് ഉറങ്ങിക്കണ് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ. ഒരിക്കൽ ഉറങ്ങുന്നോടത്ത് റസൂൽ എണീറ്റിരുന്നു, പേടിച്ചു. എന്ത് വെച്ചു? ഇത്ര പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ശേഷം അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പൊട്ടിക്കൊണ്ടേയിരിക്കും. വേറെ ചില അത്ഭുതങ്ങളെ ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഭയങ്കരമാണ് ഇതൊക്കെ വിഷയം. അപ്പോൾ നമ്മളിത് പഠിച്ചാൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ തുറന്നു കിട്ടും. ഇവരൊക്കെ അള്ളാഹിൻ്റെ വലിയ ആളുകളാണ്. അള്ളാഹ്ക്ക് ഇവിടെ കഴിയാത്തൊരു കാര്യം ഇല്ല. അള്ളാഹിൻ്റെ അടിമകളെ നിസ്സാരപ്പെടുത്തണ്ട. ഒരിക്കൽ കഴിയാത്തൊന്നുമില്ല, ഒരിക്കൊന്നും കഴിയാത്തില്ല. ഒരു ഇവിടെ തന്നെ അറഫ ദിവസത്തിൽ ഇവിടെ ചായ പിടിച്ചിട്ട് അറഫിൽ വെക്കും. എന്തേ അങ്ങനത്തെ ഒരാൾക്ക് കഴിയൂല്ലേ? കഴിയൂല. നിങ്ങൾ സുന്യാവൂല. ഇപ്പോഴത്തെ മൂല്യമാരൊക്കെ അംഗീകരിക്കൂല. അങ്ങ് അതാ പിരാന്ത്. പഴയ കാലത്തെ മനുഷ്യന്മാർ പറഞ്ഞ നോണി പറഞ്ഞവർക്ക് അതെന്താ എനിക്ക് ഈമല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബൈ സ്കെച്ച് മാഹിബ് സ്കെച്ച് എന്തിനാ 10 വട്ടം ചൊല്ലി? ആകാശത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നു. ആരെ കഴിവാത്? അല്ലാഹ്. അതന്നെ ദുൽഖർനൈൻ്റെ കഴിവ്, അതന്നെയാണ് ഖദറിൻ്റെ കഴിവ്, അതന്നെ മൂസാ നബിയുടെ കഴിവും, അതന്നെ ഈസാ നബി മരിച്ചൊലിപ്പിച്ചതും, അതന്നെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കഴിവും, അതന്നെയാണ് ഖാജാ ലക്ഷക്കണക്കായ ആളുകൾ ഭക്ഷണം കൊടുത്ത ആ കഴിവും, അതന്നെയാണ് ബഹുമാനപ്പെട്ട ഖുത്ബ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ ഇന്നും ചികിത്സിക്കുന്ന കഴിവും ഇന്നും ചികിത്സിക്കുന്നുണ്ട്. എന്തല്ലേ ഇന്ന് ഇക്കൊല്ലം ചികിത്സിച്ച ആളിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണ്ട. ദാവൂദ് അൽ ഹക്കീം ഓപ്പറേഷൻ ചെയ്ത പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഹക്കീം പാപ്പ വന്ന് ഓപ്പറേഷൻ ചെയ്തു. ദാവൂദുൽ ഹക്കീം എവിടെ കിടക്കണേ? മുത്തുപ്പേട്ട മോനെ ദാവൂദുൽ ഹക്കീമില്ലേ എവിടെ കിടക്കുന്ന? മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം ഓപ്പറേഷൻ ചെയ്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളി. അടയാളം ഉണ്ടായിരുന്നു, തുന്നിക്കെട്ടിയ അടയാളം. നേരം വെളുക്കുമ്പോൾ അടയാളം എന്ത് ചെയ്തു? ഉണങ്ങിയിട്ടുണ്ട്. അടയാളം ഉണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇന്നലെ അന്തിക്ക് നടന്നു. നേരം വെളുപ്പത്തിന് ഒരു ആ ഡയമെൻഷനിലുള്ള ഇത് ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഇവിടെ എന്ത് മാത്രമായി? ഇന്നലെ അന്തിക്ക് ഓപ്പറേഷൻ ചെയ്ത് നേരം വെളുക്കുമ്പോൾ കല മാത്രം ബാക്കിയാണെങ്കിൽ കുറച്ച് കാലല്ലേ പറയാൻ മനുഷ്യ. അപ്പോൾ എത്രയോ കൊല്ലം അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തായി? അത് വേറെ ഡയമെൻഷനാണ്. കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത ആളോ 2000 കൊല്ലം മുമ്പ് മരിച്ച ആൾ. ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുമല്ല, മൂസാ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ആര്? എന്നാൽ ചരിത്രം
മുക്തിപ്പേട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം ആരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിന് മുമ്പുള്ള ആളാണ്. ആര് പറയാ കുട്ടി? ആര്? ദാവൂദുൽ ഹക്കീം തങ്ങൾ. അവര് പ്രശ്നം ചെയ്ത് എത്ര ആളുണ്ട്? നമ്മൾ എത്ര ആളുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ കഴിവായിരുതാ? അല്ലാ കഴിവല്ലാ. ദീനാണ്, ദീനം വേണ്ട, ദീനല്ല. പിന്നെ സിഎം പറഞ്ഞു കഴിവായിരുതാ? അല്ലാ. അള്ളാഹിന്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. അല്ല ഔലിയാന്റെ വിശ്വാസമല്ല. ഔലിയ കൊതിരി ചുക്കില്ല ഒക്കെ അല്ലാ. ഒരു പുൽക്കൂടിന്റെ തുമ്പ് വലിയ സൃഷ്ടിക്കൂല, മുത്തനബി സൃഷ്ടിക്കൂല. എന്നാൽ അതിനേക്കാളും വലിയൊരു സൃഷ്ടിയില്ല. പക്ഷേ ഈ സൃഷ്ടിയുടെ കഴിവൊക്കെ ആരുടേതാ? അല്ലാ. അങ്ങനെ പഠിക്കണം. അതാണ് സുന്നി. അതിനാണ് സുന്നി അറിയാം. അതാണ് യഥാർത്ഥത്തെ വഴി. സുന്നിന്റെ കഴിവൊക്കെ ആരെ ഏൽപ്പിക്കും? അള്ളാഹിനെ ഏൽപ്പിക്കും. വഹാബിക്ക് 2 കഴിവാ. അള്ളാഹ് കഴിവ് വേറെ, സച്ചിന്റെ കഴിവ് വേറെ. അത് UDF. ലീഗോട്ട് ഒറ്റക്കുമല്ല. മനസ്സിലായില്ല? കോൺഗ്രസ് ഒറ്റക്കല്ല, ലീഗ് ഒറ്റക്കല്ല. ഒരു തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടക്കും. പിന്നെ എത്ര സീറ്റ് കൊണ്ട് 25 നടക്കൂല, അത് തരൂല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയകക്ഷി ചർച്ച നടക്കുന്നുണ്ട്. ഒരു സീറ്റ് ഇട്ട് അങ്ങനെ മന്ത്രിയായി. അപ്പോൾ 2 കൂട്ടരും അഭിമാനം പറയും നമ്മളുണ്ടായതുകൊണ്ട് ജയിച്ച്. കോൺഗ്രസ് ഇങ്ങോട്ട് പറയും എന്ത് പറയേ? കോൺഗ്രസ് എന്താണ് അങ്ങോട്ട് പറയും ഇതന്നെയാണ് വഹാബി. വഹാബി നമ്മളെ കഴിവിൻ്റെ പരിധിയിൽ അപ്പുറത്തൊക്കെ എന്നോട് സഹായം ചോദിക്കും. പിന്നെ ഇയാക്കാൻ അബുദു ഇയാക്കാൻ നമ്മളെ കഴിവ് തന്നെ. അവന് അങ്ങോട്ട് വിട്ടുതരില്ല. നമ്മളെ കഴിവ്. അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഞാൻ നിന്നോട്. സുന്നി അങ്ങനല്ല. സുന്നിക്ക് കഴിവന്നല്ല, കഴിവൊക്കാരുതാ. അല്ലാ. എന്ത് ചെയ്താൽ നീ ദജ്ജാൽ ഇവിടെ വരും, പല അത്ഭുതം കാണിക്കും. ആരെ കഴിവ് അത്? ആരെ പറയാതെ ആരെ കഴിവ? അല്ലാ. പിന്നെ ആരെ കഴിവ? എന്ത് കഴിവ ദജ്ജാലിന്? ഇതൊരു പരീക്ഷണമായി ഈ കഴിവ് മുഴുവനും ആർക്ക് കൊടുക്കും? അപ്പൊ ഈ തമ്മാടികൾ എന്തു പറയുമോ പടച്ചോനാണ്. മുമ്മിനെ പറയേണ്ടിയില്ല, മുമ്മിനെ അറിയാം. ഇവിടെ ഇബ്ലീസ് കാട്ടിയ കഴിവായിരുതാ? അള്ളാന്റെ ആണ്. അല്ലാ. അങ്ങനത്തെ വിശ്വസിച്ചോ? എന്ത് ദുൽഖർണന്റെ പ്രശ്നമുള്ളത്, എന്തൊക്കെ ഡൈമെൻഷൻ, എന്തൊക്കെ പോയി ഈ ലോകാകെ പറഞ്ഞു എന്ന് പറയാൻ ഒരിക്കലും വിഷമമില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ വലിയാണ്. വലിയ നടക്കാത്തൊരു കാര്യം ഇല്ല. അർശിന്റെ അപ്പുറത്ത് പോയിട്ടില്ല, സിറത്തുൽ മുൻതഹയിൽ പോയിട്ട് ഇന്നാലിനാവില്ല പാപ്പ അള്ളഹാനോട് മുനാജാത്ത് ചെയ്തു പറഞ്ഞാൽ അപ്പം പറയും അത് ഉണ്ടാവില്ല. കാരണം അത് കാമിലായ ആൾക്കേ നടക്കുള്ളൂ. അതാരാണ്? റഹ്മത്തുള്ളാഹി മാത്രം. ബാക്കി നിങ്ങൾ എന്താണ് സ്വീകരിക്കും? ഇന്നാലിനാ വലിയ ആകാശത്ത് ഒന്നാം ആകാശത്ത് പോയി വന്നു പറഞ്ഞിട്ട് എനിക്കൊരു വിരോധമില്ല. അവിടെ ഒരാൾ കുത്തിരിക്കണില്ല 22 കൊല്ലം 2000 കൊല്ലമായിട്ട്. മനസ്സിലായില്ല? ആ ആൾക്ക് വേണ്ട കാര്യം കൊടുക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ ഒരു വിഭാഗത്തിന് വിശ്വാസമാണല്ലോ ഈസാ നബി ഇന്നും മരിച്ചിട്ടില്ല. പറയാൻ മോനെ ആണോ അല്ലേ? ആ അവിടെ എല്ലാ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടി കുത്തിരിക്കണില്ല ഒരാൾ. ഇന്ന് മന്തി നാളെ ചോറ്, നാളെ ഒരു നെയ്യപ്പം കൊണ്ടു കേട്ടോ. അപ്പം മെനക്കൽ നെയ്യപ്പം 10-12 കൊല്ലായിട്ട് ഒരാളോട് കുതിരി അട്ടത്ത് കയറി കുത്തിരി. ആര്? ഒരാൾ അട്ടത്ത് കയറിയിരിക്കാണ്. ആര്? ഈസാ നബി. നമുക്കണ്ട ഇത് 4ാം കാറ്റഗറിയിലെ ആളുവാ, 1ാം കാറ്റഗറി അല്ല. ഈസാ നബി 4ാം കാറ്റഗറിയാണ്. അപ്പോൾ 1ാം കാറ്റഗറിനെ കഴിവെന്തായിരിക്കും? അപ്പോൾ ആ ഉമ്മത്തിനെ കഴിവെന്തായിരിക്കും? അങ്ങനെ കഴിവ് എന്ന് പറഞ്ഞാൽ ആരുമ കിട്ടി ആ കഴിവുണ്ടാവും. 9 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്ര വണ്ടിയുണ്ട്? 1.5 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്ര വണ്ടിയുണ്ട്? ഈ 2 വണ്ടിൻ്റെയും ബോഗിക്ക് 2 തൗഫീഖ. അങ്ങനെയല്ലേ പാസഞ്ചർ, ലോക്കൽ പാസഞ്ചർ അതങ്ങനെ ചടപുടാർന്നു പോകും. അങ്ങനെ പോയി കോഴിക്കോട് നിർത്താൻ തന്നെ വെള്ളയിലൊന്ന് നിർത്തും, പിന്നെ വെസ്റ്റിയിൽ നിർത്തും, പിന്നെ അങ്ങനെ കൊയിലാണ്ടി എത്തുമ്പോൾ വൈകുന്നേരം. അപ്പൊ ആ എഞ്ചിന്റെ ബോഗിക്ക് ആ തൗഫീഖുള്ളത് 4ാം കാറ്റഗറി വണ്ടിയാണത്. അതേ സമയത്ത് വന്ദേ ഭാരത് 1.5 മണിക്കൂർ കൊണ്ട് എവിടെ എത്തി? അങ്ങനെ അതിൻ്റെ ആ എഞ്ചിന്റെ കഴിവതാണ്. ഇജടാ വന്ദേ ഭാരത് കൂട്ടി കിട്ടിയാളാ. അപ്പം എൻ്റെ കഴിവ് എത്രയായിരിക്കും? എന്നെ കാണുമ്പോൾ ഈസാ നബിക്ക് വരെ അത്ഭുതം തോന്നും. ഞാനതായെങ്കിൽ ആണോ അല്ലേ? ഉമ്മത്ത് മുഹമ്മദിൻ്റെ ബോഗിയാരാ? ഇജ് ബോഗിയല്ലേ? മുത്തനബിൻ്റെ എഞ്ചിന്. അപ്പം എൻ്റെ കഴിവ് എത്ര? എനിക്ക് ഈസാ നബിൻ്റെ കഴിവല്ല. എനിക്ക് മരിച്ചോ ജീവിപ്പിക്കുന്നത് ഈസാ നബിക്ക് വലിയ കാര്യമാണ്. നമുക്കതൊരു വിഷയം തന്നെ. ഈസാ നബിക്ക് വലിയ കാര്യമാണ് എന്ത് മരിച്ചേപ്പിക്കുന്നത്. അത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട മോമിൻ എന്നത്തേക്ക് മരിച്ചോ ജീവിപ്പിക്കണം. അതൊക്കെ പണ്ടത്തെ വർത്തമാനം ഉണ്ടാകുന്നതാണ് പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അള്ളാൻ്റെ യഥാർത്ഥ വലിയനോട് മരിച്ചു ജീവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ കൊണ്ട് കൊടുക്കും. അതിനൊന്നും ആവില്ല എന്ന് മുണ്ടാവുന്ന അങ്ങനെ പറയാം. കാരണം ഇവർക്കത് എന്തല്ല
സിമ്പിൾ കാര്യമാണ്. ഈസാ നബിക്ക് വൗബരിഹുല്ലാക്കമാവല്ല പറസ. ഞാൻ കാരണം നമ്മളെ എഞ്ചിൻ ഏതാ? എഞ്ചിൻ ഫാസ്റ്റ് പാസഞ്ചർ പറയുക, നമ്മളെ എഞ്ചിൻ ഏതാ? നമ്മളെ എവിടുക്ക കൊളത്തിയ? അതാ ചങ്ങായിന്റെ അർത്ഥം. നമ്മളെ എവിടുക്ക കൊളത്തിയ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ദുൽഖർണിന്റെ അപ്പുറത്തെ വലിയ ഇവിടെ വരാൻ പോണ്ട്. അതാണ് മഹദി മിനുമ്മത്തി മുഹമ്മദ്. ഇനി ഇവിടെ ഈസ വരും. പണ്ടത്തെ ഈസ അല്ല. ഈസനെ കണ്ട ചാവും ഓരോരുത്തരും. ഇതേ ഈസാനെ പെര വളഞ്ഞു നടന്നു. എന്തേ അപ്പൊ വേറെയാണ്, ഇനിയിപ്പോൾ വേറെയാണ്. ഉമ്മത്ത് മുഹമ്മദായിട്ട് വരുന്ന ആര്? ഈസാ നബി. വാസന കിട്ടിയ ചത്തു വീണു. എന്താ പറഞ്ഞ്? എന്തേ ഇപ്പൊ അന്നാ കഴിവില്ലാഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീട് പറഞ്ഞോളൊക്കെ അപ്പൊ ചത്തു വീണേ. അത് വേറെ ഇപ്പൊ വരുമ്പോ എമ്മനെ കൊളത്ത് അതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടു? പഴയ ബോഗിയൊക്കെ പഴയ എഞ്ചിനൊക്കെ ഒലവക്കൂടി കൊണ്ടുപോയിട്ട് ഈ സനബി എന്തുമല വരിക? ഭയങ്കര സൂപ്പർ. എന്താണ് അപ്പൊ കണ്ടാൽ ചത്തു വീഴും. ഒരു കാഫിർ ആ മനുഷ്യനെ കണ്ടാൽ ചത്തു വീഴും. ഫയമൂത്തു, അപ്പ ചത്തു വീഴും. യുദ്ധം ചെയ്യണ്ട. ഈസാ നബിനെ ഒന്ന് കണ്ടാൽ കാഫിർ ചത്തു വീഴും. അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ. ഇതാണ് അതിനർത്ഥം. ഈ ക്രിസ്ത്യാനി മുസ്ലിം എന്നല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ കാഫിർ എന്ന അർത്ഥം വെക്കുന്നത് സത്യനിഷേധി. നേരിൽ നിഷേധിക്കുന്ന ഒരാൾക്കും ഈസാ നബിനെ പിടിച്ചിക്കാൻ കഴിയില്ല. ഈസ വാളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസാന്റെ മുന്നിൽ ഒരാൾക്ക് ജീവനോട് കൂടെ ജീവിക്കണമെങ്കിൽ അവൻ ആരാകണം? സത്യം അംഗീകരിക്കണം. അതിന് മാത്രം കഴിയും. അതേസമയത്ത് രണ്ട് മതം അംഗീകരിക്കുന്നുണ്ട്. എന്ത്? വീട് പറഞ്ഞു എന്തോ അല്ലേ പറയാങ്ങായി. ഇത് ഇസ്ലാമും ക്രൈസ്തവതയും രണ്ടും അംഗീകരിക്കുന്ന ചരിത്രമാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വീട് വളഞ്ഞു. ഈ കഴിവ് അന്നുണ്ടെങ്കിൽ ഓലൊക്കെ ചത്തു വീണു. വേറെ ആളാണെങ്ങായി. ഇത് എന്തിനാ കിട്ടിയത്? മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ ലെവലാക്കാൻ വേണ്ടി, ഖുർആൻ ആയാത്താക്കാൻ വേണ്ടി വരിക. അപ്പൊ കളി നടക്കൂല. ഇത് റസൂലുള്ളാഹിന്റെ പണി എടുക്കണത്. അപ്പൊ ഒരു അർത്ഥമുണ്ട്. ഇജു അവിടേക്ക് എത്തിയ അതിന്റെ അപ്പുറം അവിടേക്ക് ഇജു ആവുന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മളാകാൻ തയ്യാറില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളാകാൻ തയ്യാറായാൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലേ. എന്താ നമുക്ക് കഴിവ്? ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു ആമുഖം പറഞ്ഞ് നാളെ വേറെ ആമുഖം. ആമുഖത്തിന്റെ പൂർത്തീകരണം ഇൻഷാ അല്ലാഹ് പരമാവധി നാളെ പറയും. എന്നിട്ട് ഞാൻ സൂറത്ത് വിശദീകരിച്ചു 3, 4, 5 ദിവസം കൊണ്ട് തീരും ഇൻഷാ അല്ലാഹ്. ഇനിയും ഞാൻ അതുള്ള കർണയിലൂടെ ഒന്ന് വരും. നാളത്തെ കഴിഞ്ഞാലും പിന്നെയും ഭംഗ്യന്തരണ വരും ഇൻഷാ അല്ലാഹ്. മൊത്തം വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة